ഒരു നാടിൻ്റെ പേര്, ഒരു ജില്ലയുടെ പേര്, ഒരു ഐറ്റം ഫേമസ് ആകുക എന്ന് വെച്ചാൽ അതിനെന്തെങ്കിലും ഒരു സ്പെഷ്യാലിറ്റി ഉണ്ടാവില്ലേ? തീർച്ചയായിട്ടും ഉണ്ടാവും. അപ്പോൾ അതേപോലെ ഒരു നാടിൻ്റെ പേര്, ഒരു ജില്ലയുടെ പേരിൽ കേരളം മുഴുവൻ തരംഗമായ ഒരു കില്ലാടി ഐറ്റമായിട്ടാണ് നമ്മൾ ഇന്ന് വന്നേക്കണേ. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോഴേ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കണ്ണൂർ കോക്ടെയിലാണ്. സാധാരണ നമ്മളിവിടുന്ന് കണ്ണൂർ ഭാഗത്തേക്ക് പോകുമ്പോൾ നമ്മൾ ഇതിനെപ്പറ്റി കേട്ടിട്ടുള്ള എല്ലാവരും മനസ്സിൽ വിചാരിക്കുന്നൊരു കാര്യമാണ്, കണ്ണൂർ പോയി കഴിഞ്ഞാൽ എന്തായാലും കണ്ണൂർ കോക്ടെയിൽ ഒന്ന് ട്രൈ ചെയ്യണമെന്ന്. അപ്പോൾ ഇനി തിരുവനന്തപുരത്തുള്ളവരും കൊച്ചിക്കാരും ഒന്നും കണ്ണൂർ കോക്ടെയിൽ കുടിക്കാനായിട്ട് കണ്ണൂർ പോകേണ്ട ആവശ്യമൊന്നുമില്ല. പകരം നമ്മുടെ വീഡിയോ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാനൊന്ന് കണ്ടാൽ മാത്രം മതി. എന്തായാലും കുറച്ച് കാലമായി നമ്മൾ ഒരാഴ്ച രണ്ടാഴ്ചകളായി വീഡിയോ ചെയ്തിട്ട് ഞങ്ങൾക്കൊക്കെ സുഖമില്ലാതിരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു സ്പെഷ്യലായിട്ട് നിങ്ങൾക്ക് വേണ്ടി കാണിക്കണ്ടേ, അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ കണ്ണൂർ കോക്ടെയിലുമായിട്ട് വന്നേക്കുന്നത്. നമുക്ക് ഈ ഒരു ഐറ്റം ഉണ്ടാക്കാൻ എന്തൊക്കെ ഐറ്റം വേണമെന്നുള്ളതൊന്ന് പരിചയപ്പെടാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് കപ്പങ്ങ, പഴുത്ത കപ്പങ്ങ അത് കട്ട് ചെയ്ത് പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. പിന്നെ ക്യാരറ്റ് അതും കുറച്ച് കട്ട് ചെയ്ത് പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് കാഷ്നട്ടാണ്, അണ്ടിപ്പരിപ്പ്, അതൊരു കുറച്ച് നമ്മൾ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിനകത്ത് ഒരു കടിയൊക്കെ കിട്ടാനായിട്ട് നമ്മൾ മാതളം അത് കുറച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് പഞ്ചസാര, ഐസ്ക്രീം, പാല്. ഈ ഐസ്ക്രീം നമ്മൾ വാനിലയാണ് ഉപയോഗിക്കാറ് സാധാരണ. അപ്പോൾ നമ്മളൊരു വെറൈറ്റിക്ക് ഒരു ടേസ്റ്റ് വ്യത്യാസത്തിന് വേണ്ടിയിട്ട് നമ്മളിവിടെ സ്ട്രോബെറിയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യണമെന്ന് നോക്കിയാലോ. അപ്പോൾ നമ്മൾ വേവിച്ച് വെച്ചാണ് കപ്പങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കപ്പങ്ങ ഇട്ടിട്ടുണ്ട്. ഇതാ ആവശ്യത്തിന് ക്യാരറ്റ് വേവിച്ച് വെച്ചേക്കുന്നത് അത് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് വെച്ചേക്കുന്ന അണ്ടിപ്പരിപ്പ് ഇത് നമ്മൾ ഇട്ട് കൊടുക്കുകയാണേ, ഇട്ടുണ്ട്. ഇതിന് വേണ്ടത് പാലാണ്. നമ്മളിത് എടുത്ത് വെച്ചാൽ പാൽ ഒഴിച്ച് കൊടുക്കുകയാണ്, തണുത്ത പാലാണ്. ഒഴിച്ചിട്ടുണ്ട്. ഇനി വേണ്ടതേ നമുക്ക് പഞ്ചസാരയാണ് വേണ്ടത്. അതെ, ആവശ്യത്തിനുള്ള മധുരത്തിലുള്ള പഞ്ചസാര നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ക്രീമാണ്. ഇനി നമുക്ക് മിക്സിയുടെ ജാറ് അടച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്കിതൊന്ന് അടിച്ചെടുക്കണം. ഇത് അടച്ചിട്ടുണ്ട്. നമ്മൾ ഇനി മിക്സിയിലേക്ക് വെച്ച് നമ്മളിത് തണുപ്പിന് വേണ്ടിയിട്ട് കുറച്ച് ഐസിട്ടുണ്ട്. ഇനി കുറച്ച് മാതളം നമ്മളിട്ട് കൊടുക്കുകയാണ്. അതിൻ്റെ മെയിനായിട്ടാണ്. അപ്പോൾ ദേ നമ്മുടെ കണ്ണൂർ കോക്ടെയിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നേരത്തെ വീഡിയോ പറഞ്ഞ പോലെ ഇനി ആരും കണ്ണൂർ കോക്ടെയിൽ കുടിക്കാനായിട്ട് കൊച്ചിയിൽ നിന്നും തിരുവനന്തപുരത്തു നിന്നും ആരും കണ്ണൂർ പോകണ്ട. നമ്മുടെ വീട്ടിൽ തന്നെ ഈ ഒരു ഐറ്റം ഉണ്ടെങ്കിൽ ഉണ്ടാക്കാവുന്നുള്ളൂ. അപ്പം ഞാൻ തന്നെ ഒന്ന് കുടിച്ചു നോക്കട്ടെ. നല്ല പൊളിയായിട്ടാണ്. നമുക്ക് ആ മാതളത്തിൻ്റെ കടിയെല്ലാം കിട്ടാൻ നല്ല ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കുക. ചാനൽ തുടർന്ന് സപ്പോർട്ട് ചെയ്ത് നമ്മുടെ കൂടെ നിൽക്കുക. അപ്പോൾ ഇതേപോലെയുള്ള കിട്ടുക്കാച്ചി വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് വീണ്ടും നമ്മുടെ വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുക. എല്ലാവരും കൂടെ നിൽക്കുക. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ.